ഹലോ, എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് നമ്മൾ നമ്മുടെ വാഴക്കുല വെട്ടാൻ പോട്ടോ. വാഴക്കുല എല്ലാം നല്ല കായ്കളൊക്കെ നല്ലപോലെ വിളഞ്ഞു നിൽപ്പുണ്ട്. രണ്ട് വാഴക്കുല റെഡി ആയിട്ട് നിൽപ്പുണ്ട്. മൂന്നാമത്തത് ഇച്ചിരിയും കൂടെ ആവാനുണ്ട്. അപ്പൊ നമുക്ക് ആ രണ്ട് വാഴക്കുല ഇന്ന് വെട്ടിയെടുക്കാം. അത് ഇപ്പുറത്ത് വന്നാൽ കിട്ടുമോ? ഇപ്പുറത്തൊന്ന് നോക്കി വലിച്ചു സൈഡ്. ആ എന്തേ കിട്ടുന്നില്ലേ? ആ വള്ളി അങ്ങോട്ട് വെട്ടിക്കള. നമുക്ക് ഇത് ആദ്യം ഇവിടെ കുറച്ച് വെട്ടിക്കൊടുക്കാം. നമ്മുടെ വാഴക്കുല പഴുത്തു തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. എടുത്തോ? എത്ര? ഇവിടെ ചെറുതായിട്ട് കാണാവോ? ആ കാണാം കാണാം. ഓക്കെ, ഞാൻ വിട്ടാവേ. ഇത് നമ്മൾ ആദ്യം ഉണ്ടായ വാഴക്കുലയാ. ചെറുതായിരുന്നു, പക്ഷെ ഉണ്ട്. നല്ലോണം വിളഞ്ഞ് കണ്ടോ, ഈ സൈഡൊക്കെ ചെറുതായിട്ട് പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത വാഴക്കുല വെട്ടാവേ. ഇനി നമ്മളിൽ ആ വാഴക്കുലയൊക്കെ വെട്ടാൻ പോണത്. നമുക്ക് ഇച്ചിരി നല്ല നീളമുള്ള വാഴയാണ്. ഇവിടുന്ന് നമുക്ക് ചെറുതായിട്ട് ഒന്ന് വെട്ടിക്കൊടുക്കാം. എന്നിട്ട് അപ്പുറത്തെ സൈഡിൽ കൊടുത്ത് വാഴ പോലെ വെച്ച് ഇങ്ങനെ വാഴക്കുല നമ്മൾ റെഡി ആയിട്ടുണ്ട്. മേത്തോട്ട് വീഴും. കേട്ടോ നമ്മുടെ വാഴക്കുല. ഇത് അടിപൊളി വാഴക്കുല കേട്ടോ. നല്ല വലിപ്പമുള്ള കായ്കളാണ്. നല്ലപോലെ വിളഞ്ഞു നിൽപ്പുണ്ടേ. എത്ര പടലുണ്ട്? തെങ്ങ് നോക്കണം. 1 2 3 4 8 നമ്മുടെ 2 വാഴക്കുല നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ടേ. നല്ലപോലെ വിളഞ്ഞു നിൽപ്പുണ്ട്. അപ്പൊ നമുക്ക് ഇത് പഴുപ്പിക്കാൻ വെക്കണം. പഴുപ്പിക്കാൻ വെക്കാം. ഇവിടെ തണുപ്പാ, പക്ഷെ ഇത് കുറച്ച് പഴുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യം വരത്തില്ല. ഓൾറെഡി ഇത് പഴുത്തെന്ന് തോന്നുന്നു. കുറച്ച് ദിവസം വെച്ച് നോക്കാം. ഏതായാലും പഴുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. ഇതിനിപ്പം പഴുത്തില്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യിച്ചില്ലേ, കാളാമ്പുണ്ടനയിൽ ഉപ്പ് ഒക്കെ തേച്ച്, അല്ലെങ്കിൽ ഈ പ്ലാസ്റ്റിക് കൂടിനകത്ത് കയറ്റി വെച്ച്, അങ്ങനെയൊക്കെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പഴുപ്പിച്ചായിരുന്നു. അങ്ങനെ ട്രൈ ചെയ്യും. അപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. ടേക്ക് കെയർ, ബൈ.